സ്മാർട്ട് സിറ്റി പദ്ധതി നടത്തിപ്പിന് സർക്കാർ ദുബായ് ടീകോമിനെ കൈവിടുന്നു. പകരം മറ്റേതെങ്കിലും സംരംഭകരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി. ടീകോമിന് പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയെ കണ്ടുപിടിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അറബ് രാജ്യങ്ങളിലെ എണ്ണഖനനത്തിൽ നിന്നുണ്ടാക്കിയ പണം പലരും അമേരിക്കയിലാണ് നിക്ഷേപിച്ചത്. സാമ്പത്തിക മാന്ദ്യത്തോടെ പലർക്കും സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. ടീകോമിന്റെ അവസ്ഥയും ഇതുതന്നെ. അത് മറച്ചുപിടിക്കാൻ സർക്കാരിനെ കുറ്റം പറയുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. അവരുടെ സ്ഥിതി തുലവും ദയനീയമാണ്. വേറെ ആരെങ്കിലും കൺസിഡർ ചെയ്തോടെ? അതെ, അത് ഒരുമായിട്ടുള്ളൊരു ധാരണയിൽ വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ കേസിന്റെ മേൽ കേസൊക്കെ ആയിട്ട് വിഷമാവുമല്ലോ. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ടീകോമിനെ സഹകരിപ്പിച്ച തീരുമാനം തെറ്റിപ്പോയോ എന്ന് പറയാറായിട്ടില്ല. ഏതായാലും മാൾട്ടയിൽ ടീകോം തുടങ്ങിയ സംരംഭം ഏതാണ്ട് പൂട്ടി. കേരളത്തിലെ പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറല്ല. മുന്നോട്ട് പോകും. അല്ല, അതിനെന്തെങ്കിലും ഡെഡ് ലൈൻ ഉണ്ടോ? അതെ, ട്രാക്ക് ചെയ്യാനപ്പോ ആ സൗഹൃദം ഒഴിയാതിരിക്കാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംരംഭകരെക്കുറിച്ച് സർക്കാർ സജീവമായി ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടീകോമിൽ നിന്ന് അവസാന വാക്ക് അറിഞ്ഞ ശേഷം മുന്നോട്ടു പോകാനാണ് തീരുമാനം. മനോരമ